രാവിലും പകലിലും ആ കൈനിഴലായി നിന്നും പരിധികളില്ലാതെ പരിപാലിച്ചതോർത്താൽ. രാവിലും പകലിലും ആ കൈനിഴലായി നിന്നും പരിധികളില്ലാതെ പരിപാലിച്ചതോർത്താൽ. എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ, ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ. എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ, ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. പലരെയും മറികടന്ന് എന്നരികെ വന്നു, ചടങ്ങുകളില്ലാതെ സൗഖ്യമാക്കിയതാണല്ലോ. പലരെയും മറികടന്ന് എന്നരികെ വന്നു, ചടങ്ങുകളില്ലാതെ സൗഖ്യമാക്കിയതാണല്ലോ. എന്നെ കിടത്തിയ കിടക്കയെടുത്തന്ന് നടന്നു തുടങ്ങിയതാം ആ വാക്കിൻ ശക്തിയാ. എന്നെ കിടത്തിയ കിടക്കയെടുത്തന്ന് നടന്നു തുടങ്ങിയതാം ആ വാക്കിൻ ശക്തിയാ. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നിത്യേന പരിശ്രമമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവന്തിയുമേ ഞങ്ങളെ പഠിപ്പിക്കണം. ആമേൻ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, He shall set me up upon a rock. പാറമേൽ എന്നെ ഉയർത്തും. സങ്കീർത്തനങ്ങൾ 27:5. അനർത്ഥ ദിവസത്തിൽ അവിടുന്ന് തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. For in the time of trouble he shall hide me in his pavilion, in the secret of his tabernacle shall he hide me. He shall set me up upon a rock. ആമേൻ. സഹോദരങ്ങളെ, ഇന്ന് ഈ ലോകത്തിൽ എന്തെല്ലാം അനർത്ഥങ്ങളാണ് നാം കാണുന്നത്.
സുരക്ഷിതമായ കുടുംബത്തിൽ പോലും ഉറങ്ങുവാൻ കഴിയാത്ത ഒരവസ്ഥ അല്ലേ? മക്കൾ മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്നു, മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കൊല്ലുന്നു. എത്രയെത്ര അതിക്രമങ്ങൾ, എത്രയെത്ര കാണാത്ത സംഭവങ്ങൾ. തീർച്ചയായും ഇത് അന്തിമ കാലഘട്ടമാണ്. എന്നാൽ വചനം പറയുന്നു, അനർത്ഥ ദിവസങ്ങളിൽ അവൻ തൻ്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കുമെന്ന്. യഹോവയുടെ ദൂതന്മാർ പാളയമിറങ്ങി ദൈവഭക്തന്മാരെ സംരക്ഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് മറഞ്ഞിരിക്കാൻ ഒരു സങ്കേതമുണ്ട്. ആ സങ്കേതം 91-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ കർത്താവിനെ കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഏത് നിലവാരത്തിൽ ഉള്ള വ്യക്തിത്വങ്ങളായാലും ശരി, ഓടി ഒളിക്കാൻ, ആശ്രയം പ്രാപിക്കാൻ അത്യുന്നതന്റെ മറവിൽ കടന്നു വരണം. ജീവിതത്തിൽ നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന 3 പാപങ്ങളുണ്ട്. ഏതൊക്കെയാണത്? 1 പ്രൈഡ്, അഹങ്കാരം. 2 ലസ്റ്റ്, മോഹം. 3 ഗ്രീഡ്, അത്യാഗ്രഹം. ഇവയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവ. ഈ 3 പാവങ്ങളെ അതിജീവിക്കുവാൻ നാം യേശുവിൻ്റെ ക്രൂശ് മരണം വഴി നമുക്ക് സൗജന്യമായി ലഭിച്ച രക്ഷയെ പ്രാപിക്കണം. ഈ മോഹങ്ങൾ മനുഷ്യനിൽ കൊണ്ടുവരുവാൻ സാത്താൻ അത്യന്തം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. കർത്താവിനെ പോലും ഈ പാപത്തിൽ വീഴ്ത്തുവാൻ പരിശ്രമിച്ച തന്ത്രശാലിയാണ് സാത്താൻ. ആ സാത്താൻ്റെ ഈ തന്ത്രങ്ങളിൽ വീണു പോകുന്ന ആധുനിക മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും. യേശു സാത്താനെ ജയിക്കുവാൻ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രാർത്ഥനയും ഉപവാസവും. ഈ 2 കാര്യങ്ങളും നമ്മൾ മറഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്നും അവയെ പരസ്യമാക്കരുതെന്നും കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. മറന്നുപോയാ? നമുക്ക് കർത്താവ് തന്നെ പറഞ്ഞ ആ സത്വാർത്ത ഒന്ന് ശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം തിരുവചനം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇതെല്ലാവർക്കും ഒരുപോലെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നൊരു കാര്യമാണ്. അതിൽ പക്ഷാഭേദമൊന്നുമില്ല, മുഖപക്ഷവുമില്ല. ആര് പ്രാർത്ഥിക്കാൻ റെഡിയാണോ, ആര് അറയിൽ കടന്ന് പ്രാർത്ഥിക്കാൻ റെഡിയാണോ, പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കയറേണ്ടത്. എല്ലാവർക്കും അവരുടേതായ ഒരു പ്രാർത്ഥനാ മുറി അതാവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 17-18 വാക്യങ്ങൾ വീണ്ടും കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആമേൻ. നാട്ടുകാരെ മുഴുവനും അറിയിച്ചിട്ട് ഉപവാസത്തിൽ ഇരിക്കരുത്. സ്തോത്രം. അത് പിതാവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധമായിരിക്കണം. ഞാൻ ഉപവാസത്തിലാണെന്നും പറഞ്ഞ് ഒരു കൊട്ടം ഞാനും കൊണ്ട് നടക്കരുത്. പിശാച് കുടിലതന്ത്രക്കാരനാണ്. പ്രാർത്ഥനയും ഉപവാസവും അഹങ്കാരത്തെയും ലോകമോഹങ്ങളെയും അത്യാഗ്രഹത്തെയും കുറയ്ക്കും. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയും ഉപവാസവും ദുരാത്മശക്തിയോട് പടപൊരുതാനായി കർത്താവ് തന്നെ തന്നിരിക്കുന്ന 2 ആയുധങ്ങളാണ്. ഹല്ലേലൂയ. ഉപവാസത്തിലും പ്രാർത്ഥനയിലും നാം പ്രാപിച്ചെടുക്കേണ്ട ഒരു സ്വർഗീയ ബലമാണ് നിന്നിലിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ കൊമ്പൊടിക്കുക, വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ലോകമോഹങ്ങളെ കൈയടക്കുക, അത്യാഗ്രഹമെന്ന ദ്രവ്യാഗ്രഹം ആർത്തിമൂത്ത് പ്രാന്താകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രിസ്ത്യൻ സന്യാസിയായിരുന്ന സെയിന്റ് ജോൺ സിയനായി രചിച്ച ദ ലാഡർ ഓഫ് ഡിവൈൻ അസെന്റ് എന്ന പുസ്തകത്തിൽ ട്രിക്സ് ഓഫ് ഡെവിൾ എന്നതിനെക്കുറിച്ച് പ്രതിപാദ്യം ഉണ്ട്. പിശാച് ഏതെല്ലാം വിധത്തിൽ ഒരു മനുഷ്യനെ പാപത്തിൽ വീഴ്ത്തുന്നു എന്നതിനെക്കുറിച്ച് മനോഹരമായി ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗത്ത് പിശാച് ഏറ്റവും ഭയപ്പെടുന്നത് നമ്മുടെ ശ്രദ്ധയോടു കൂടെയുള്ള പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ശ്രദ്ധയില്ലാതെ പ്രാർത്ഥിക്കാൻ
ഇരിക്കുന്നത് അവന് വിഷയമല്ല. അപ്പോഴതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഫോൺ അടുത്ത് വെച്ചുകൊണ്ടിരിക്കരുത്. ഫോൺ കഴിയുന്നത് ഓഫ് ചെയ്ത് വെച്ച് ഇരിക്കുക. ഹല്ലേലൂയ. കാരണം പ്രാർത്ഥനാ സമയത്ത് സാത്താൻ നമ്മിൽ പല പല ചിന്തകൾ കടത്തിവിടുന്നു. റിംഗ് ടോണിലൂടെയും മെസ്സേജിൻ്റെ ടോണിലൂടെയും ഒക്കെ. ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയും ഒക്കെ ഇത്തരത്തിലുള്ള ടോണിലാണ്. റിംഗ് ടോൺ, മെസ്സേജ് ടോൺ, അങ്ങനെ പല പല ടോൺ. സോ അത്തരത്തിലുള്ള ശബ്ദങ്ങൾ കടന്നു വരാതിരിക്കാൻ ആ ഡിവൈസ് പ്രാർത്ഥനയുടെ സമയത്ത് ഓഫ് ചെയ്യുക. ഫോണിനെങ്കിലും കുറച്ച് റെസ്റ്റ് കിട്ടട്ടെ. എന്നാൽ ഒരു വ്യക്തി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നത് അവന് വിഷമമാണ്. ആർക്ക്? സാത്താൻ. അത് പിശാചിനെ തകർക്കും. അവൻ ഈ ശ്രദ്ധയെ തിരിപ്പിക്കാൻ പല വഴികളും നോക്കും. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യാക്കോബ് 5:16. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു, വളരെ ഫലിക്കുന്നു. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. സ്തോത്രം. പ്രാർത്ഥനയാലോ ഉപവാസത്താലോ അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? അതിനാൽ പ്രാർത്ഥനയാലോ ഉപവാസത്താലും സാത്താനെ തുരുത്താം. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൽ കീഴെ പാർക്കാം. നമുക്ക് ആ സങ്കീർത്തനം ഒന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 91:10 മുതലുള്ള വാക്യങ്ങൾ. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദൂതന്മാരോട് പ്രാർത്ഥിക്കേണ്ട. അവരെ കർത്താവ് നമ്മളെ ശുശ്രൂഷിക്കാനായിട്ട് തന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ ജ്ഞാനമില്ലാത്തത് കൊണ്ട് പല ഇടങ്ങളിൽ റാഫേൽ മാലാഖയോട് പ്രാർത്ഥിക്കുന്ന ചില പ്രവണതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റാഫേൽ മാലാഖയെ ആരാധിക്കുന്നതായിട്ട്. സ്തോത്രം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്തിനാണ് ദൂതന്മാരെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്? അനർത്ഥ ദിവസങ്ങളിൽ അവിടുന്ന് നമ്മെ തൻ്റെ ചിറകിൻ കീഴിൽ മറച്ചുകൊള്ളും. സ്തോത്രം. ചിറകിൻ കീഴിൽ മറച്ചുകൊള്ളും. പാറമേൽ നമ്മെ ഉയർത്തി നിർത്തും. ഹല്ലേലൂയ. പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്നേ ദിവസം അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ക്രമപ്പെടുത്തുവാൻ ആത്മാവിൻ്റെയും ഞങ്ങളെ സഹായിക്കണം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം ഒരു അനുഗ്രഹമായി അനർത്ഥങ്ങൾ അനവധി പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയും ഞങ്ങളുടെ ആശ്രയം പൂർണ്ണമായി അങ്ങിൽ തന്നെ ആയിരിക്കുവാൻ ആത്മാവിൻ്റെയും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ രോഗികളായിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലും ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ടുള്ള മക്കളെ സമർപ്പിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വയ്ക്കണമേ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം അവർക്ക് കൊടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ സകല നിരാശകളും വിട്ടുമാറട്ടെ. വിശ്വാസത്തിൻ്റെ പേരിൽ പല ഭവനങ്ങളിലും കർത്താവേ ആത്മീയ സംഘർഷവും സംഘട്ടനവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങയുടെ തിരുവചനം അനുസരിച്ചു എന്നല്ല ഒറ്റ കാരണത്താൽ ഭർത്താവ് ഭാര്യയെ പീഡിപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിനെ പീഡിപ്പിക്കുന്നു, രണ്ടുപേരും കൂടി മക്കളെ പീഡിപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ ഭവന അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് അവിടുത്തെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ ശാന്തമാകട്ടെ. ദൈവവചനം ധ്യാനിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന അവിടുത്തെ പാറമേൽ ഉറച്ചു നിൽക്കുന്ന വിശുദ്ധ ഭവനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യ അനുഗ്രഹിക്കണമേ അപ്പ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാഷ്ട്രമായി മാറട്ടെ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് പല രാജ്യങ്ങൾ പരസ്പരം പോര് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമേ അവിടുത്തെ സമാധാനത്തിൻ്റെ കരം ഓരോ രാഷ്ട്രത്തലവന്മാരുടെ ഹൃദയത്തിൽ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ യുദ്ധ സാധ്യതകൾ അന്തരീക്ഷത്തിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരനുഗ്രഹമായി ഞങ്ങളുടെ അനേകം അനുഗ്രഹം പ്രാപിക്കാൻ കൃപ ചെയ്യാൻ ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വെച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു.
പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. പഠിക്കുന്നു നന്നായി ഗ്രഹിച്ച് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ മക്കളെ സഹായിക്കണമേ. അതിനായി ഹല്ലേലൂയ അവരുപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ടീച്ചേഴ്സിനെ അനുഗ്രഹിക്കണമേ, സ്കൂളും കോളേജിനും അനുഗ്രഹിക്കണമേ, അവരുടെ സഹപാഠികളെ അനുഗ്രഹിക്കണമേ കർത്താവ്. നല്ല ആരോഗ്യം കൊടുത്ത മക്കളെ അനുഗ്രഹിക്കണമേ. ഓ സ്തോത്രം സ്തോത്രം. എല്ലാ ഭയവും, പരീക്ഷയെക്കുറിച്ചുള്ള സകല ഭയവും കുഞ്ഞുങ്ങളുടെ മണ്ഡലത്തിൽ വിട്ടുമാറട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യും. പ്രാർത്ഥന യാചനം കേട്ടിരിക്കുക. നന്ദി അപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. നാൽപ്പത് നാളോളം നമ്മുടെ കൂടെ വസിച്ചിട്ട് എന്നിൽ ജീവനുണ്ടെന്ന് ഉറപ്പേകിയതും, 40 നാളോളം നമ്മുടെ കൂടെ വസിച്ചിട്ട് എന്നിൽ ജീവനുണ്ടെന്ന് ഉറപ്പേകിയതും, നാഥൻ പോയതുപോലെയും വീണ്ടും വേഗം വന്നിടം ആത്മബലത്തോടെ നാം കാത്തിരുന്നിടാൻ. നാഥൻ പോയതുപോലെയും വീണ്ടും വേഗം വന്നിടം ആത്മബലത്തോടെ നാം കാത്തിരുന്നിടാൻ. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ, ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമായി. എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ, ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമായി. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ.